ഹായ് കൂട്ടുകാരെ, ഇന്നലെ വൈകുന്നേരം ഞങ്ങൾക്ക് കൂട്ടുകാർക്കെല്ലാവർക്കും കൂടി ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തത് ഒരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലെല്ലാം നമ്മുടെ കേരള തനിമയിലുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഇവിടുന്ന് നമ്മുടെ റൂമിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ സാധിക്കുമല്ല. കാരണം ചെറിയൊരു സ്പേസെല്ലായിരിക്കും നമ്മുടെ ഓരോ ഫ്ലാറ്റിനും അതുപോലെ റൂമിനും ഒക്കെ ഉണ്ടാവുക. അപ്പം നമുക്ക് ഈ ബർത്ത്ഡേ പാർട്ടിയുടെ ഫംഗ്ഷൻ വെച്ചത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഹാളിലായിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു സെറ്റപ്പാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ തനിമയോടും കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ആനയും ആനപ്പട്ടവും അമ്പാരിയും വിളക്കും അതുപോലെ പറയും അതുപോലെ ഉരുളിയും വിളക്കും ഒക്കെയാണ് അല്ലേ. നമുക്ക് ശരിക്കും നമ്മുടെ തറവാട്ടിലൊക്കെ വെച്ച പോലെ ഇല്ലേ കാണുമ്പോൾ. അപ്പം ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ അധികവും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കാണാറുണ്ട്, സദ്യയൊക്കെ ഉണ്ടാകാറുണ്ട് ഉച്ചക്കൊക്കെ. അപ്പം നമ്മൾ കഴിക്കാൻ പോകുമ്പം അത്യാവശ്യം പോണ്ടി വന്നാൽ കഴിക്കാൻ പോകുമ്പോൾ കാണാറുണ്ട് ഫുള്ള് ആനയുടെയും അതുപോലെ കഥകളിയുടെയും ഒക്കെ പടവും അതൊക്കെ വെച്ച് കാണാറുണ്ട്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനിമ അവിടെ അവർ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രമിച്ചു, അതാണ്. അപ്പോൾ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫുഡൊക്കെ നോൺ വെജൊക്കെ ആയിരുന്നു. പക്ഷേ എന്നെ അവിടെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം ഇതാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ കേരളക്കാരാണല്ലോ, നമുക്ക് അതിനോട് ഇച്ചിരി കമ്പമൊക്കെ ഉണ്ടാകത്തില്ലേ. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഗുരുവായൂർ, ഒരു ഫാമിലിയായിട്ട് ഗുരുവായൂർ തന്നെ. അവർ ഈ ആനപ്പട്ടം അവർ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്, ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്ക് എന്തായാലും ഒരെണ്ണം വാങ്ങണം. ഞങ്ങളുടെ തറവാട്ടിൽ വീട്ടിലുണ്ട്. എൻ്റെ ഏട്ടൻ ഇതിലൊക്കെ ഇച്ചിരി കമ്പമുള്ള കൂട്ടത്തിലാണ്. അപ്പം അവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൻ വാങ്ങിച്ചു വെച്ചത് വലിയൊരു ആനപ്പട്ടം തന്നെയാണ്. നമ്മുടെ ഫ്രണ്ടിൽ സ്വീകരണ മുറിയിൽ തന്നെ അത് തൂക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ വീട്ടിലും വേണമെന്ന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞേക്കാം, ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നാൽ നിർബന്ധമായിട്ടും എനിക്കൊന്ന് ഉണ്ടാക്കി തരണം, പൈസ എത്രയായാലും കുഴപ്പമില്ലാന്ന്. ഇത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിന് ഒരു ഐശ്വര്യം തന്നെയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ളതാണ് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ ഇതുണ്ട്. അപ്പം അവർക്ക് നല്ലൊരു ഇതാണ് കിട്ടുന്നുള്ളത്. അപ്പം അവൻ പറഞ്ഞായിരുന്നു ഒരെണ്ണം വാങ്ങി വെക്കടി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ഇതിലും കൂടെ എനിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ അവളോട് ഞാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയും, അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചോളൂ, എന്തായാലും ഗുരുവായൂർ എനിക്ക് തൊഴാൻ പോകാനുണ്ട്, ആ സമയത്തൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ ഒരു ഇഞ്ചും കണക്കൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പരമാവധി ഒരു 10,000 ആ ഒരു ഇതിലുള്ളത് എനിക്ക് ഉണ്ടാക്കി വെച്ചോളൂ, ഞാൻ വന്നിട്ട് വാങ്ങിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവൾ പറഞ്ഞത് കേട്ടോ. പഞ്ചഭൂതങ്ങളും അതുപോലെ ചന്ദ്രനും സൂര്യനും അങ്ങനെയൊക്കെ ഉണ്ട്, പാർവതി, അങ്ങനെ ദേവി ദേവന്മാർ, അങ്ങനെയൊക്കെ ഇതിൽ കണക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പം അത് വാങ്ങിച്ചാൽ ഞാൻ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ അതിലൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതുകൂടെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതായത് ഞാൻ സ്വന്തം വാങ്ങിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ വാങ്ങുന്നതും അതുപോലെ അതിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഒരു വിശദമായിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ നാട്ടിൽ വന്നപ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.